ഹായ് ഓൾ, നമുക്കൊരു മഞ്ചൂരിയൻ റെസിപ്പി ഉണ്ടാക്കി നോക്കിയാലോ? അപ്പോൾ എൻ്റെ ഫേവറേറ്റ് ഐറ്റങ്ങളിൽ ഒന്നാണ് മഞ്ചൂരിയൻ. എന്നെപ്പോലെ തന്നെ പലരുടെയും ഫേവറേറ്റ് ആയിരിക്കും മഞ്ചൂരിയൻ. അപ്പോൾ എല്ലാ തവണയും നമുക്ക് ഷോപ്പിൽ പോയി വാങ്ങിച്ച് കഴിക്കുക എന്നുള്ളത് ഇമ്പോസിബിൾ ആണ്. അതുകൊണ്ട് തന്നെ നമുക്ക് ഹോം മെയ്ഡായിട്ട് വീട്ടിൽ എങ്ങനെയാണ് ഈസി ആയിട്ട് മഞ്ചൂരിയൻ ഉണ്ടാക്കുന്നതെന്ന് ഒന്ന് കണ്ടു നോക്കാം. ഒന്നും മിസ്സാകാതിരിക്കാനായിട്ട് എല്ലാവരും ഒന്ന് സ്കിപ്പ് ചെയ്യാതെ കണ്ടേക്കണേ. മുഴുവനായി വീഡിയോ കാണുക. ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. എല്ലാവർക്കും തയ്യാറാക്കി നോക്കാവുന്നതാണ് മഞ്ചൂരിയൻ. ഞാൻ മഞ്ചൂരിയൻ ഉണ്ടാക്കുന്നതിനായിട്ട് കടയിൽ പോയി അഡീഷണലായിട്ട് ഒരു സാധനങ്ങളും ഞാൻ വാങ്ങിയിട്ടില്ല. എനിക്കിവിടെ അവൈലബിൾ ആയിട്ടുള്ള സാധനങ്ങൾ മാത്രമേ എടുത്തിട്ടുള്ളൂ. അപ്പോൾ നിങ്ങൾക്കും വീട്ടിലുള്ള സാധനങ്ങൾ വെച്ചിട്ട് ഒന്ന് ട്രൈ ചെയ്ത് നോക്കാവുന്നതാണ്. അപ്പോൾ കോളിഫ്ലവർ മഞ്ചൂരിയനാണ് ഞാനിവിടെ തയ്യാറാക്കാൻ പോകുന്നത്. അപ്പോൾ കൂടെ വായോ. കോളിഫ്ലവർ മഞ്ചൂരിയൻ തയ്യാറാക്കുന്നതിനായിട്ട് 1/2 kg ഒരു കോളിഫ്ലവറിൻ്റെ പകുതി ഞാനിവിടെ ചെറിയ പീസുകളാക്കി കഴുകിയെടുത്തിട്ടുണ്ട്. അതിനുശേഷം കഴുകി വെച്ചിരിക്കുന്ന കോളിഫ്ലവർ മിക്സിയുടെ ജാറിലേക്ക് കുറച്ചായി ഇട്ട് കൊടുത്ത് ഒന്ന് അരച്ച് കൊടുക്കുക. ഒരുപാട് നേരം ഇട്ട് അരയ്ക്കേണ്ട ആവശ്യമില്ല. അതിനുശേഷം 2 പച്ചമുളക്, സവാള, 2 സവാള, ഞാൻ വലിയ 2 സവാള എടുത്തിട്ടുണ്ട്. ഞങ്ങൾ ഇപ്പോൾ മഹാരാഷ്ട്രയിലാണ്, അതുകൊണ്ടാണ് സവാളയ്ക്ക് വൈറ്റ് കളറുള്ളത്. ഇവിടെ വൈറ്റ് കളർ സവാളയാണ് കൂടുതലായിട്ട് നമുക്ക് കിട്ടുക. അതിനുശേഷം ക്യാബേജ് ഒരു ചെറിയ പീസ് ചെറുതായിട്ട് അരിഞ്ഞെടുത്തിട്ടുണ്ട്. പിന്നെ 1 കപ്പ് മൈദയുമാണ് ഇതിനാവശ്യമായിട്ട് എടുത്തിരിക്കുന്നത്. അപ്പോൾ ഇത്രയും സാധനങ്ങൾ മതി നമുക്ക് മഞ്ചൂരിയൻ തയ്യാറാക്കി എടുക്കുന്നതിനായിട്ട് ആവശ്യമായിട്ടുള്ളൂ. ഇനി നമ്മൾ ചെയ്യേണ്ടത്, നമ്മൾ എടുത്തു വച്ചിരിക്കുന്ന 1 കപ്പ് മൈദ ഒരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കാം. മൈദയോടൊപ്പം തന്നെ 1 സ്പൂൺ മഞ്ഞൾപ്പൊടി, 1 സ്പൂൺ മുളക് പൊടി, ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കുമ്പോൾ മൈദയ്ക്ക് ആവശ്യമായ ഉപ്പ് മാത്രമല്ല, നമ്മൾ എടുത്തു വച്ചിരിക്കുന്ന കോളിഫ്ലവറിന് ആവശ്യമായ ഉപ്പ് കൂടി ഈ സമയത്ത് നമ്മൾ ഇതിലേക്ക് ചേർക്കേണ്ടതായിട്ടുണ്ട്. ഇത്രയും ആയി കഴിഞ്ഞാൽ ഇതിലേക്ക് ആവശ്യത്തിന് വെള്ളം ചേർത്ത് മിക്സ് ചെയ്തെടുക്കുക. ഒരുപാട് വെള്ളത്തിൻ്റെ ആവശ്യമില്ല. അത് കുറേശ്ശെയായി വെള്ളമൊഴിച്ച് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കണം. കുറേശ്ശെയായി വെള്ളം ചേർത്ത് മാവ് മിക്സ് ചെയ്തെടുക്കുക. വെള്ളം കൂടി പോകാതിരിക്കാൻ ശ്രമിക്കുക. ഈ ഒരു രീതിയിൽ വേണം നമ്മൾ മാവ് തയ്യാറാക്കി എടുക്കാനായിട്ട്. വെള്ളം കൂടി പോയിട്ടുണ്ടെങ്കിൽ മഞ്ചൂരിയൻ്റെ അകത്തുള്ള ബോളുകൾ തയ്യാറാക്കി എടുക്കുമ്പോൾ ബുദ്ധിമുട്ടുണ്ടാകും. ഇനി ഈ മിക്സ് ചെയ്ത മാവിലേക്ക് നമുക്ക് ചേർക്കേണ്ടത് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റാണ്. ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചേർക്കുമ്പോൾ നമ്മുടെ ബോളുകൾക്ക് ടേസ്റ്റ് കൂടാൻ സഹായിക്കും. ഇഞ്ചി വെളുത്തുള്ളിയും കൂടെ ഈ ഒരു മാവിലേക്ക് ചേർത്ത് കൊടുത്ത് നന്നായിട്ട് മിക്സ് ചെയ്യുക. ഇനി നമുക്കിതിലേക്ക് നമ്മൾ അരച്ചു വച്ചിരിക്കുന്ന കോളിഫ്ലവർ ഇട്ട് കൊടുക്കുക. ഇട്ട് കൊടുത്ത് നന്നായി മിക്സ് ചെയ്യുക. ഇനി നമുക്ക് ചെയ്യേണ്ടത്, നമ്മൾ തയ്യാറാക്കിയിരിക്കുന്ന മിക്സ് ചെറിയ ബോളുകളാക്കി എടുക്കുക. ചട്ടി അടുപ്പത്ത് വെച്ച് എണ്ണ ചൂടായി വരുമ്പോൾ നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന ബോൾസുകൾ കുറേശ്ശെയായി ഇട്ട് കൊടുത്ത് ഫ്രൈ ചെയ്തെടുക്കുക. ഒരുപാട് ഒരേ സമയം ഇട്ട് കൊടുത്താൽ മൈദ ആയതുകൊണ്ട് തന്നെ പരസ്പരം ഒട്ടിപ്പിടിക്കാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് കുറേശ്ശെയായി ഇട്ട് കൊടുത്ത് ഫ്രൈ ചെയ്തെടുക്കുക.
ഇനി ആ ചട്ടിയിലേക്ക് തന്നെ കുറച്ച് എണ്ണ എടുത്തിട്ട് ആ എണ്ണയിലേക്ക് നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന പച്ചമുളക്, സവാള എന്നിവ ഇട്ട് കൊടുക്കുക. പച്ചമുളകും സവാളയും ചേർത്ത് കൊടുത്തതിന് ശേഷം ഇതിലേക്ക് 1 സ്പൂൺ മഞ്ഞൾപ്പൊടിയും ആവശ്യത്തിന് ഉപ്പും കൂടി ചേർക്കുക. എന്നിട്ട് ചെറുതായിട്ടൊന്ന് വഴറ്റിയെടുക്കുക. സവാള ഒരുപാട് വഴറ്റി പോകേണ്ടതായിട്ടില്ല. നമുക്ക് ചെറുതായിട്ടൊന്ന് കടിക്കാൻ കിട്ടുന്ന രീതിയിൽ വഴണ്ടാൽ മതിയായിരിക്കും. ഇതിനോടൊപ്പം തന്നെ ഒരു അല്പം ക്യാബേജ് അരിഞ്ഞു വെച്ചത് കൂടി ചേർക്കുന്നുണ്ട്. ഇത് രണ്ടും ഒരുപാട് വഴറ്റി പോകേണ്ടതില്ല. ഒരു പകുതി വഴറ്റി വന്നു കഴിയുമ്പോൾ നമുക്കിതിലേക്ക് 1 സ്പൂൺ മുളക് പൊടി ചേർക്കുക. നിങ്ങൾക്ക് സ്പൈസി കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ 2 സ്പൂൺ മുളക് പൊടി ചേർക്കാവുന്നതാണ്. സ്പൈസി അധികം വേണ്ടെങ്കിൽ 1 സ്പൂൺ ചേർത്താൽ മതിയാവും. ഇതും കൂടി ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്യുക. ഇത്രയുമായി കഴിഞ്ഞാൽ ഇതിലേക്ക് കുറേശ്ശെയായി ടൊമാറ്റോ സോസാണ് നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കേണ്ടത്. ടൊമാറ്റോ സോസിൻ്റെ കൂടെ നിങ്ങൾക്ക് വേറെ ഏതെങ്കിലും സോസ് അവൈലബിൾ ആയിട്ടുണ്ടെങ്കിൽ അതും കൂടി ചേർത്ത് കൊടുക്കാവുന്നതാണ്. സോയാ സോസ് ഉണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഞാൻ ടൊമാറ്റോ സോസ് മാത്രമേ ഇവിടെ ചേർത്ത് കൊടുക്കുന്നുള്ളൂ. ടൊമാറ്റോ സോസ് ആഡ് ചെയ്ത് കൊടുത്തതിന് ശേഷം നമുക്കിനി ഇതിലേക്ക് അല്പം വെള്ളം കൂടി ആഡ് ചെയ്യേണ്ടതായിട്ടുണ്ട്. നിങ്ങൾക്ക് ഡ്രൈ മഞ്ചൂരിയൻ ആണ് വേണ്ടതെങ്കിൽ ഇതിലേക്ക് വെള്ളം ഒഴിക്കേണ്ടതായിട്ടില്ല. ഗ്രേവിയോട് കൂടിയുള്ള മഞ്ചൂരിയൻ ആണെങ്കിൽ ഇതിലേക്ക് ഒരല്പം വെള്ളം ഒഴിച്ച് കൊടുക്കുക. നമ്മളൊഴിച്ച വെള്ളം തിളച്ച് വരുമ്പോഴേക്കും നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന മഞ്ചൂരിയൻ ഇട്ട് മിക്സ് ചെയ്ത് എടുക്കുക. നമ്മുടെ മഞ്ചൂരിയൻ ഇവിടെ തയ്യാറായി കഴിഞ്ഞു. വളരെ ഈസിയാണ് മഞ്ചൂരിയൻ തയ്യാറാക്കി എടുക്കാനായിട്ട്. മഞ്ചൂരിയൻ ബോളുകൾ ഉണ്ടാക്കാനായിട്ട് മാത്രമാണ് കുറച്ച് സമയം ആവശ്യമായിട്ടുള്ളത്. അല്ലെങ്കിൽ വളരെ ഈസി ആയിട്ട്, വളരെ എളുപ്പത്തിൽ, വളരെ ടേസ്റ്റിയോട് കൂടി നമുക്ക് വീട്ടിൽ തന്നെ തയ്യാറാക്കി എടുക്കാൻ പറ്റുന്ന ഒരു ഐറ്റമാണ് മഞ്ചൂരിയൻ. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. ഇഷ്ടമായാൽ വീഡിയോ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.